അദ്ദേഹം പറഞ്ഞതും അങ്ങനെയാണ്. ആ സ്കാനിംഗ് റൂമിൽ നിന്നാണ് ഈ പുക ഉയർന്നത് എന്നുള്ളതാണ്. അതിലൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വിവരം കൂടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വളണ്ടിയർമാർ, ഇവിടെ ഉണ്ടായിരുന്ന വളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവരാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അവരൊക്കെ ആ സമയത്ത് എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാകുന്ന ആളുകളാണ്. ഡോക്ടർ, ഇതിൽ നമുക്കൊരു കാരണം മനസ്സിലായിട്ടുണ്ടോ? ഇപ്പം എന്താണ്, എവിടെയാണ് എന്നുള്ളതിനെ പറ്റി? ഏതാണ് UPS റൂമിലെ ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് തോന്നുന്നു. കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല, അതാണ് ഇപ്പോഴും അവർ പറയുന്നത്. അതാണ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ സംസാരിച്ചത് മെഡിക്കൽ കോളേജിലെ ഒരു അധികൃതരുമായിട്ടാണ്. അവർക്കിപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണ്, അതായത് UPS റൂമിൽ ഉണ്ടായിരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെയുള്ള രോഗികളെയൊക്കെ, ഒരുവിധം രോഗികളെ എല്ലാം തന്നെ ഇതിനകം തന്നെ മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവരെല്ലാം, ഈ പുക ഉയർന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവരെല്ലാം തന്നെ പുറത്തേക്ക്, ഈ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. പുറത്തേക്ക് ഇവിടെ ആയിരുന്നു കിടന്നത്, ഇതിന് മുറ്റത്ത് കിടത്തുകയായിരുന്നു, ആശുപത്രിയുടെ മുറ്റത്ത്. അതേ രീതിയിൽ തന്നെ ആ ബെഡോടും സ്ട്രെച്ചറോടും കൂടെ തന്നെയാണ് അവരെല്ലാം കിടത്തിയിരുന്നത്. പിന്നീടാണ് എല്ലാവരെയും മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് ആശുപത്രികളിൽ ഉൾപ്പെടെ മാറ്റാനുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പോഴും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അത്രയേറെ രോഗികൾ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് രോഗികൾ കാഷ്വാലിറ്റിയിൽ എത്തുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. പല സ്ഥലങ്ങളിൽ നിന്നായി, പല ജില്ലകളിൽ നിന്നായി എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ രോഗികൾ വരുന്ന സമയത്ത് പല ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഉൾപ്പെടെ ഉണ്ടാകും. അവരെ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറ്റുക എന്നുള്ളത് ഒരു വലിയ രീതിയിലുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. ആ ടാസ്ക് നിർവഹിക്കാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ നേരത്തെ പുറത്ത് 2 മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ വന്ന് ഗുരുതരമായ അവസ്ഥയിൽ വന്ന ആളുകളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോഴെത്തിയില്ല, ഡ്യൂട്ടി എത്ര പേര് ഉണ്ടായിരുന്നു അറിയാമോ? ക്ലിയർ ആയിട്ടൊന്നും അറിഞ്ഞു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അറിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു. നിങ്ങൾ എല്ലാവരും ഇവിടേക്ക് തിരിച്ചെത്തിയോ? സ്റ്റാഫുകളൊക്കെ ഇവരെ മാറ്റാനൊക്കെ? അല്ല, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. ന്യൂസ് കണ്ടിട്ട് വന്നിട്ട് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് നോക്കണം. ഞാൻ ഇപ്പോൾ സംസാരിച്ചത് ഒരു നഴ്സാണ്, മെഡിക്കൽ കോളേജിലെ നഴ്സിനോട് കൂടെ തന്നെയാണ്. ചേട്ടൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ആണോ? അല്ലല്ല, ഞാൻ അവിടുന്ന് വന്നതാണ്. ഇവിടെ നമുക്ക് ഇപ്പൊ ഏകദേശം എത്ര പേരെ മാറ്റിയിട്ടുണ്ടെന്നുള്ള എന്തെങ്കിലും ഞങ്ങൾ IMCSലുള്ള ആൾക്കാർ, ഓടി വന്നതാണ്. നമുക്ക് മനസ്സിലായി. ഇവിടെയുള്ള കംപ്ലീറ്റ് പേഷ്യന്റിനെ പുറത്തേക്ക് തള്ളി ഓരോ സ്ഥലത്തേക്ക് മാറ്റിക്കും. ഇവിടെ താഴെ ആരുമില്ല. ഇതിന് മുകളിലും ആളുകൾ ഉണ്ടായിരുന്നോ? രോഗികളായിട്ടുള്ള ആളുകൾ അവരൊക്കെ മാറ്റി. നമുക്ക് ആരും ഇതിനകത്തില്ല, എല്ലാവരും മാറ്റി. തേടുന്ന പുറത്തിലുമുണ്ട് ആള്. അപ്പൊ അവര് നമ്മളിപ്പോ അവിടെ കയറുന്നില്ല. അപ്പൊ അവര് ഇനി മാറ്റാൻ, അല്ലെങ്കിൽ അവിടേക്ക് പുക വന്നിട്ടുണ്ടോ? ആകാശപാത ഒരു വീണ്ടും അവിടേക്ക്, അതിലൂടെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് പ്രകാരം, അവർ പറഞ്ഞത് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. അതിൽ എന്താണ് കൃത്യമായിട്ടുള്ള, ഇതിൽ എത്ര പേരുണ്ട്, ഇനിയും ഇവിടെ മാറ്റാനുണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റി? നിങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണല്ലോ, നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും? ഇനിയിപ്പോ വെച്ചാൽ 4th ഫ്ലോറിലെ പേഷ്യൻ്റാണ് ഉള്ളത്. അപ്പോൾ അവരെയൊക്കെ മാറ്റാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ പേഷ്യൻ്റൊക്കെ ഏകദേശം നമ്മൾ MCHലേക്ക്. 4th ഫ്ലോർ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ്? നമ്മൾ ന്യൂറോ, ഗ്യാസ്ട്രോ, കുറെ പേരുണ്ടായിരുന്നു. അല്ല, 6ഓളം പേഷ്യൻ്റ് ഉണ്ട്. അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ അവിടേക്ക് പുക വന്നിട്ടുണ്ടോ? പുക വന്നിട്ടില്ല. എന്നാലും മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് ഇപ്പം മാറ്റാനുള്ള ഒരു തീരുമാനത്തിലായിരിക്കും. എത്ര പേരുണ്ടായിരുന്നു? നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും കണക്ക് കിട്ടിയിട്ടുണ്ട്? എത്ര പേര് ആ സമയം? ഏകദേശം 7:45 ഞാനൊരു പേഷ്യന്റിനെ കൊണ്ട് ഇവിടെ വന്നതാണ്. ഇവിടെ സ്റ്റാഫ് കൂടിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഫോടനം ഉണ്ടായി, നമ്മളെ CT സ്കാൻ MRIന്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത് വീണ്ടും വെച്ചാൽ നമുക്ക് പുക ഇങ്ങോട്ട് കാഷ്വാലിറ്റിന്റെ സെന്ററിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ നമ്മളത്, ഞാൻ പോയി നോക്കുമ്പോൾ ചില പുക അടുപ്പിച്ചടി വരികയാണ്. അപ്പോൾ തന്നെ നമ്മൾ സെക്യൂരിറ്റിനെ എല്ലാവരെയും നമ്മൾ ഇൻഫോം ചെയ്തു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റ് അപ്പം തന്നെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരെയും മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ പുക വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയും ഇവിടുത്തെ അതുപോലെ തന്നെ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫും എല്ലാവരും കൂടി തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, സെക്കൻഡ് ഫ്ലോറിലേക്ക് പേഷ്യന്റിനെ നമ്മൾ ഒരു അരമണിക്കൂറിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില പേഷ്യൻ്റൊക്കെ അതുപോലെ തന്നെ സ്റ്റാഫ് അടക്കം നമ്മൾ പുക ശ്വസിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നമ്മൾ കൃത്യസമയത്ത് തന്നെ അത് ജീവനക്കാരുടെ ഒരു പങ്കാളിത്തം, അതുപോലെ തന്നെ ബൈസ്റ്റാൻഡറും എല്ലാവരും കൂടിയുള്ള ഒരു ടീം വർക്കിന്റെ ഫലമായിട്ട് അത് കൃത്യമായിട്ട് പേഷ്യന്റ് നമ്മൾ ഉള്ളിറക്കാൻ പറ്റിയിട്ടുണ്ട്. അവരെ നമ്മൾ സ്വകാര്യ ആശുപത്രികളിലേക്കും മറ്റു ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ടാവും അല്ലേ അടുത്തുള്ള? അപ്പോൾ അത് നമ്മൾ അതോറിറ്റി IMCHലെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അല്ല, കാഷ്വാലിറ്റിയിലല്ല, IMCHല് അല്ല, പിന്നെ MCHലുള്ള ICUലും വാർഡിലും ഒക്കെ ആയിട്ടാണ് പേഷ്യന്റ് മാറ്റിയത്. ചില പേഷ്യന്റൊക്കെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഇതിലെന്താ കാരണം എന്നുള്ള ഇനി വ്യക്തമാവാനുണ്ട് അല്ലേ?
അല്ല അത് പിന്നെ ഇതിന്റെ സി ടി സ്കാൻ റൂമിൽ നിന്നാണ് അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ UPS ഉണ്ടായിരുന്ന റൂമിൽ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വ്യക്തത കിട്ടി? അതിലിപ്പോ അത് ടെക്നിക്കൽ പ്രോബ്ലം ആണ്. അതിൽ എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തു. അദ്ദേഹം ഇവിടെയുള്ള